ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. പുതുയുഗയാത്രയ്ക്ക് ഇന്ന് ഗംഭീര സ്വീകരണം. ഇന്ന് രാവിലെ 11 മണിക്ക് അങ്കമാലിയിൽ പുതുയുഗയാത്രയ്ക്ക് ഗംഭീര സ്വീകരണം നടക്കും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന പരിപാടിക്കായി ഒരുക്കങ്ങൾ പൂർത്തിയായി. വിവിധ പ്രദേശങ്ങളിൽ നിന്നായി പ്രവർത്തകരും പൊതുജനങ്ങളും എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ വൻ ജനപങ്കാളിത്തമാണ് പ്രതീക്ഷിക്കുന്നത്. വികസനവും ജനാധിപത്യ മൂല്യങ്ങളും മുൻനിർത്തിയുള്ള സന്ദേശങ്ങളോടെയാണ് യാത്ര മുന്നേറുന്നത്. പരിപാടിയുടെ ഭാഗമായി നേതാക്കളുടെ പ്രസംഗങ്ങളും അനുബന്ധ ചടങ്ങുകളും നടക്കും. ജനപങ്കാളിത്തമാണ് ഇത്തരം മുന്നേറ്റങ്ങളുടെ ശക്തിയെന്ന് സംഘാടകർ അറിയിച്ചു. വീട്ടമ്മയുടെ വയറ്റിൽ കത്രിക മറന്നുവച്ച സംഭവം ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയ ഉടൻ നടക്കും. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 5 വർഷം മുൻപേ നടന്ന ശസ്ത്രക്രിയയ്ക്കിടെ വീട്ടമ്മയുടെ വയറ്റിൽ മറന്നുവച്ച കത്രിക പുറത്തെടുക്കുവാനുള്ള ശസ്ത്രക്രിയ ഉടൻ നടക്കും. എറണാകുളം അമൃത ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ. രാത്രിയോടെ ആശുപത്രിയിൽ എത്തിച്ച ഉഷ ജോസഫിനെ വിദഗ്ധ ഡോക്ടേഴ്സിന്റെ സംഘം പരിശോധിച്ചു. ഉഷയുടെ CT സ്കാൻ അടക്കം പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് തന്നെ ശസ്ത്രക്രിയ നടത്തുവാൻ പറ്റുമോ എന്നതിന്റെ സാധ്യതയാണ് തേടുന്നത്. വിദഗ്ധ സംഘം രൂപീകരിച്ചുള്ള പരിശോധനയായിരിക്കും നടത്തുക. വിഷയത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് ഉഷയുടെ ഭർത്താവ് പ്രതികരിച്ചു. സിസേറിയന് പിന്നാലെ കുഞ്ഞ് മരിച്ച സംഭവം വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഇന്ന് ആരോഗ്യ വകുപ്പിന് കൈമാറിയേക്കും. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിക്കെതിരായ ചികിത്സാ പിഴവ് ആരോപണത്തിൽ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഇന്ന് ആരോഗ്യ വകുപ്പിന് കൈമാറിയേക്കും. SIT ആശുപത്രിയിലെ 3 ഡോക്ടർമാരാണ് ചികിത്സാ പിഴവ് പരാതി അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജില്ലാ ആശുപത്രിയിലെത്തി അമ്മയുടെയും അച്ഛനെയും മൊഴി സംഘം രേഖപ്പെടുത്തിയിരുന്നു. ചികിത്സ വൈകിപ്പിച്ചു, നേരത്തെ രോഗിയുടെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കിയില്ല, കൈക്കൂലി വാങ്ങി തുടങ്ങിയ ആരോപണങ്ങൾ മാതാപിതാക്കൾ അന്വേഷണ സംഘത്തോട് ആവർത്തിച്ചിട്ടുണ്ട്. ആരോപണ വിധേയയായ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ബിന്ദു സുന്ദറിനെയും വിദഗ്ധ സമിതി കേട്ടിരുന്നു. പ്രതിഷേധം ശക്തമാക്കിയതിന് പിന്നാലെ ഡോക്ടറെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. ഡോക്ടർക്കെതിരെ കൂടുതൽ നടപടി വേണം എന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. മെഡിക്കൽ സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് പോലീസിന് കൈമാറിയതിനു ശേഷമായിരിക്കും മറ്റ് നിയമപരമായ നടപടികൾ ഉണ്ടാവുക. സിസ്റ്റം ഫെയിലിയറാണ്, ഇരയ്ക്ക് നീതി ലഭിക്കണം, 24 മണിക്കൂറിനകം സർക്കാർ നടപടിയുണ്ടാകണം. KC വേണുഗോപാൽ. ആലപ്പുഴ പുന്നപ്ര സ്വദേശി ഉഷ ജോസഫിന്റെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ പ്രതികരണവുമായി KC വേണുഗോപാൽ. അങ്ങേയറ്റം സങ്കടപൂർണമായ വാർത്തയെന്ന് KC വേണുഗോപാൽ പ്രതികരിച്ചു. 5 വർഷക്കാലം ഒരു സഹോദരി വയറ്റിൽ കത്രിക വച്ച് നടക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഗതികേട് എന്താണെന്നും അദ്ദേഹം ചോദിച്ചു. നമ്മുടെ പൊതുജനാരോഗ്യ രംഗത്തിന്റെ ഗതികേട് വെളിച്ചത്ത് കൊണ്ടുവരുന്ന വിഷയം. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഇത്ര അനാസ്ഥയോടെ കൂടിയാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? ലാഘവത്തോടു കൂടിയാണോ കൈകാര്യം ചെയ്യുന്നത്? അങ്ങേയറ്റത്തെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ആ സഹോദരിയോട് സംസാരിച്ചു. നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അവരുടെ കണ്ണീര് കാണുമ്പോൾ, അവരുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ എന്ത് മറുപടിയാണ് പറയുക? ഇതാണ് കംപ്ലീറ്റ് സിസ്റ്റം ഫെയിലിയർ ആണ് എന്ന് പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ കണ്ടുപിടിച്ച് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവർ അപ്പോൾ തന്നെ പരിഹാരമുണ്ടാക്കുകയല്ലേ വേണ്ടത്? അദ്ദേഹം ചോദിച്ചു. ഇറാനെതിരെയുള്ള സൈനിക നീക്കം തള്ളാതെ അമേരിക്ക. ഈ ആഴ്ച അവസാനം ഇറാനെ ആക്രമിച്ചേക്കുമെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ. ഇറാനെതിരെയുള്ള സൈനിക നീക്കം തള്ളാതെ അമേരിക്ക. ഈ ആഴ്ച അവസാനം ഇറാനെ ആക്രമിച്ചേക്കുമെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ ആക്രമിക്കുവാനുള്ള അമേരിക്കയുടെ നീക്കം തീക്കളിയാണെന്ന മുന്നറിയിപ്പുമായി റഷ്യ രംഗത്തെത്തി. പശ്ചിമേഷ്യൻ തീരത്ത് അമേരിക്ക സൈനിക സന്നാഹം ശക്തിപ്പെടുത്തി. ഇറാനെ ആക്രമിക്കുന്ന പക്ഷം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡിഗോ ഗാർഷ്യ സൈനിക താവളം അമേരിക്ക ഉപയോഗിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. മരിക്കുന്നത് ബോർഡ് വെച്ച കാറിലാകണം എന്ന് കരുതുന്നവർ ഇത് മാതൃകയാക്കണം. ബാബുചേട്ടാ, നിങ്ങൾ അഴിമതിക്കാരനല്ല, തോറ്റുപോയവനുമല്ല, പ്രശംസിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MLA അല്ലാത്തതിന്റെ അധികാര നഷ്ടബോധമല്ല, മറിച്ച് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ വേട്ടയാടപ്പെട്ട ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയാണ് K. ബാബു എന്ന മനുഷ്യനെ ബാധിച്ചതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആൾക്കൂട്ടത്തിൽ ജീവിച്ചൊരു മനുഷ്യന് ആ ആൾക്കൂട്ടം തന്നെ ഒരു ട്രോമയായി മാറി. ആരെങ്കിലും ഒന്ന് നോക്കിയാൽ അത് താൻ ചെയ്യാത്ത തെറ്റിൽ തന്നെ ക്രൂശിക്കുകയാണോ എന്നുവരെ ആ മനുഷ്യന് തോന്നിയ കാലം. വീട്ടിൽ ഒതുങ്ങിക്കൂടിയ ആ മനുഷ്യനെ ഉമ്മൻചാണ്ടി 2021 തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് തൃപ്പൂണിത്തുറയിൽ നിന്നും വീണ്ടും നിയമസഭയിലെത്തിച്ചു. കള്ളൻ ബാബു എന്നും കോഴ ബാബു എന്നുമൊക്കെ വിളിച്ച് ആക്ഷേപിച്ചും കുടുംബത്തെയും കൂട്ടുകാരെയും വരെ പൊതുവിചാരണ നടത്തിയും മാധ്യമങ്ങളിലൂടെ താറടിച്ചും നടന്ന CPM-ന് അതിനുശേഷം 10 വർഷം അധികാരത്തിലിരുന്നിട്ടും അവർ ഉന്നയിച്ച ഒരൊറ്റ ആരോപണം പോലും തെളിയിക്കുവാൻ കഴിഞ്ഞില്ല. അതല്ലെങ്കിലും സത്യം മാത്രമല്ലേ ആത്യന്തികമായി
ജയിക്കുമെന്നും രാഹുലിന്റെ കുറിപ്പിൽ പറയുന്നു. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നവജാത ശിശു മരിച്ച സംഭവം പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്ത് പോലീസ്. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ നവജാത ശിശു മരിച്ച സംഭവത്തിൽ പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്ത് പോലീസ്. ആശുപത്രി സൂപ്രണ്ടിന്റെ പരാതിയെ തുടർന്നാണ് നെടുമങ്ങാട് പോലീസ് കേസെടുത്തത്. കണ്ടാൽ അറിയാവുന്ന ഒരു കൂട്ടം ആൾക്കാർക്കെതിരെയാണ് കേസെടുത്തത്. അതേസമയം കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പാലോട് പന്നിയോട്ടുകടവുള്ള വീട്ടിലാണ് ചടങ്ങുകൾ നടന്നത്. ജനങ്ങളെ ആകർഷിക്കുന്ന യാത്രയാണ് വി.ഡി. സതീശൻ നടത്തുന്നത്. മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ ലീഗ് അഭിപ്രായം പറയാറില്ല എം.കെ. മുനീർ. ബാർ സമയ ക്രമീകരണത്തിൽ പ്രതികരണവുമായി എം.കെ. മുനീർ. എന്ത് സന്ദേശമാണ് സർക്കാർ ജനങ്ങൾക്ക് നൽകുന്നത്? ഘട്ടം ഘട്ടമായി മദ്യവർജനം എന്ന് പറഞ്ഞു വന്നവരാണ്. അന്നത്തെ പരസ്യത്തിൽ അഭിനയിച്ച രണ്ടുപേരും ഇന്നില്ല. അവരുടെ ആത്മാവിനോട് ചെയ്യുന്ന നീതികേടാണിത്. തീരുമാനം പിൻവലിക്കണം. ജനങ്ങളെ ആകർഷിക്കുന്ന യാത്രയാണ് വി.ഡി. സതീശൻ നടത്തുന്നത്. കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മുഖ്യമന്ത്രി ആരാകണം എന്ന കാര്യത്തിൽ ലീഗ് അഭിപ്രായം പറയാറില്ല. ആരെ മുഖ്യമന്ത്രിയായി കോൺഗ്രസ് തീരുമാനിച്ചാലും ലീഗ് അത് അംഗീകരിക്കുകയാണ് പതിവ്. ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗ് ആവശ്യപ്പെട്ടിട്ടില്ല. ലീഗിന് അസ്പൃശ്യത ഉണ്ടെന്ന് വരുത്തുവാൻ ശ്രമിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിക് എംഎൽഎമാരെ പോലും ഉണ്ടാക്കുവാൻ പറ്റില്ല. പിന്നെയാണ് അവർ ആഭ്യന്തരം ഭരിക്കുന്നത്. അവരെന്തിനാണ് CPIM പർവ്വതീകരിക്കുന്നത്? ലീഗിനല്ല, ജമാഅത്തെ ഇസ്ലാമിക്കാണ് പ്രസക്തി എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. CPIM ബന്ധമുണ്ടാക്കിയപ്പോൾ ജമാഅത്തെ മത രാഷ്ട്രവാദികളായിരുന്നു എന്നും CPIM മറുപടി പറയണമെന്നും എം.കെ. മുനീർ കൂട്ടിച്ചേർത്തു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.